ശബരിമല കൊള്ളക്കേസിൽ നിർണായകമായ കണ്ടെത്തൽ. കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെതിരെ ശക്തമായ തെളിവുകളാണ് ലഭിച്ചിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാറിനുള്ള ബന്ധം തെളിയിക്കുന്ന രേഖകളാണിത്. ഇന്നലെ പത്മകുമാറിന്റെ വീട്ടിൽ 12 മണിക്കൂറോളം നീണ്ട പരിശോധനയാണ് അന്വേഷണ സംഘം നടത്തിയത്. ഇതിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിൽ നടത്തിയിട്ടുള്ള ഭൂമി ഇടപാടുകളുടെ രേഖകളാണ് ലഭിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്മതിച്ചിരുന്നു. പത്മകുമാറുമായുള്ള അടുത്ത ബന്ധവും വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ പത്മകുമാർ ഇതെല്ലാം നിഷേധിക്കുകയായിരുന്നു. പോറ്റി നൽകിയ മൊഴിയെ സാധൂകരിക്കുന്ന തെളിവുകൾക്ക് വേണ്ടിയാണ് പത്മകുമാറിന്റെ വീട്ടിൽ അന്വേഷണം നടത്തിയത്. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും ചേർന്ന് 2020, 21, 22 കാലഘട്ടത്തിൽ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു എന്നതിനുള്ള തെളിവുകൾ ലഭിച്ചു. ഇരുവരും തമ്മിൽ ആറന്മുള, പത്തനംതിട്ട, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ഭൂമി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾ നടത്തിയിരുന്നതായും SITക്ക് വിവരം ലഭിച്ചു. ഇതുമായി ബന്ധപ്പെട്ട രേഖകളും പരിശോധന ഉദ്യോഗസ്ഥർക്ക് വീട്ടിൽ നിന്ന് ലഭിച്ചു. ഇരുവരും തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു എന്നതിനുള്ള തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പത്തനംതിട്ടയിലെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നിത്യ സന്ദർശകനായിരുന്നു. ചില സമയങ്ങളിൽ വീട്ടിൽ താമസിച്ചിട്ടുമുണ്ട്. വീട്ടിൽ വെച്ച് ഗൂഢാലോചന നടന്നിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ.